ഡ്രാമയൊന്നും നിർത്തുക. ഈ 1-ാം മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകാൻ പറ്റുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. ചുമ്മാ കുറെ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്കറിയൂ. പോകും, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങൾ. എന്തിനാണ് ഇങ്ങനൊരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എന്റെ പ്ലാനാണോ? എന്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? ഈ 3 മാസമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ എനിക്കിന്നും പറയാനുള്ളൂ. ഒരു അന്വേഷണം, നിങ്ങളുടെയൊക്കെ കൂടി താല്പര്യപ്രകാരം ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് എപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം രാജ്യത്തുണ്ടല്ലോ. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിഞ്ഞ ദിവസമാണ് ഇന്ന് തന്നെ UDF-ന് വലിയ ഒരു ഇരുട്ടടി ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസ് സാങ്കേതികമായി പുറത്താക്കിയെങ്കിലും പാലക്കാട്ടെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നയിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വെളിപ്പെടുത്തൽ കൂടി വന്നിരിക്കുന്നു. ഈ ഓഡിയോയിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം, ഒരു പെൺകുട്ടിയെ ഗർഭം ധരിക്കാൻ പാലക്കാട് MLA പ്രേരിപ്പിക്കുന്നു. ആ പെൺകുട്ടി ഗർഭം ധരിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നിർബന്ധിക്കുന്നു. ഈ 2 കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. പതിവ് പോലെയുള്ള മറുപടിയാണ് MLA-യുടെ ഭാഗത്തു നിന്നുള്ളത്. ഞാൻ ഈ കാര്യത്തിൽ എപ്പോൾ പ്രതികരിക്കണം എന്ന് സ്വയമേവ തീരുമാനിച്ചു കൊള്ളാം എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഈ ഓഡിയോയെ നിഷേധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളൊന്നും ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ചിരിയിലൊതുക്കി പലരും. എന്താണ് ഈ വിവാദം മൂലം UDF രാഷ്ട്രീയത്തിൽ, വിശേഷിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്? എന്നോടൊപ്പം ചർച്ചയിൽ ശ്രീ PM-R ഷോ CPM, ശ്രീ VS ജിതിൻ തേവ് BJP, ശ്രീ ശ്രീകുമാർ മനയിൽ മാധ്യമപ്രവർത്തകൻ, ശ്രീ ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനെ ശ്രമിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ PM-R ഷോ, ഈ വെളിപ്പെടുത്തൽ പരമ്പര തുടങ്ങിയത് ഓഗസ്റ്റ് മാസത്തിലാണ്. ഇവിടെ ഇപ്പോൾ ഇത്രയും മാസം കഴിഞ്ഞു. നമ്മൾ നവംബർ അവസാനിക്കാനുള്ള ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഈ വെളിപ്പെടുത്തലുകളല്ലാതെ ഈ കാര്യത്തിൽ പോലീസിന് മുൻപിൽ മൊഴി നൽകാനോ അന്വേഷണവുമായി സഹകരിക്കാനോ ആരും, ഒരു പെൺകുട്ടികളും തയ്യാറായിട്ടില്ല എന്നിരിക്കെ ഈ കേവല വെളിപ്പെടുത്തലിന് എവിടം വരെ പോകാൻ കഴിയും? തീർച്ചയായിട്ടും ഈ 4 മാസത്തിനിടയിൽ വിവിധങ്ങളായിട്ടുള്ള ഗൗരവ സ്വഭാവത്തിലുള്ള വെളിപ്പെടുത്തൽ പാലക്കാട് MLA, യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവിനെതിരെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഏറെ ഗൗരവ സ്വഭാവത്തിലുള്ള അത്രമേൽ ക്രൂരമായിട്ടുള്ള വിശദാംശങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഈ വെളിപ്പെടുത്തലുകളൊക്കെ കേരളത്തിലെ മാധ്യമങ്ങൾ വഴിയാണ് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. എന്നാൽ പൊതുസമൂഹമാകെ അങ്ങേയറ്റം ഗൗരവത്തോടെയാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. ഉത്തരവാദിത്വപ്പെട്ട ചില കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം ഇതിൻ്റെ ഗുരുതര സ്വഭാവം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യ നാളുകളിലെ അവരുടെ ചില പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇദ്ദേഹം പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ ഒരു നിലയ്ക്കും അർഹതയില്ലാത്തയാളാണ്, പൊതുസമൂഹത്തിൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തണം തുടങ്ങിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. അതിനെതിരായിട്ടുള്ള വലിയ സൈബർ അറ്റാക്ക് അവർ നേരിട്ടതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ പുറത്തു വന്നിട്ടുള്ള ശബ്ദ സന്ദേശങ്ങളെ സംബന്ധിച്ച് അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അതുപോലെയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നീട് രാഹുൽ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ നമ്മൾ കണ്ടു, സർക്കാരിൻ്റെ പരിപാടികൾ കണ്ടു, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിപാടി ശാസ്ത്രമേള കണ്ടു. ആ പരിപാടിയിൽ പങ്കെടുത്തതിന് പരസ്യമായി വിദ്യാഭ്യാസ മന്ത്രി ന്യായീകരിക്കുന്നത് കണ്ടു. അയോഗ്യനാക്കി നീക്കി നിർത്താൻ കഴിയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേട്ടു. പിന്നീട് അദ്ദേഹം ഫേസ്ബുക്കിൽ തിരുത്തുന്നത് കണ്ടു, നഗരസഭ അധ്യക്ഷ വേദി ഒരുക്കുന്നത് കണ്ടു. ഇങ്ങനെ ഇപ്പോൾ കോൺഗ്രസ് സാങ്കേതികമായി അദ്ദേഹത്തെ പുറത്താക്കിയെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ പാലക്കാട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, നഗരസഭയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. അപ്പോൾ ഈ ഉപരിപ്ലവമായ ഉപരിതലത്തിലെ വിപ്ലവത്തിനപ്പുറം എന്ത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അവർക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്വം അവർ മറന്നുകൊണ്ടിരിക്കുന്നു. ആവർത്തിച്ച് ഈ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷം നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഇന്ന് ഈ ഏറ്റവും ഗൗരവപ്പെട്ട വെളിപ്പെടുത്തൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് അനുവദിക്കുന്നത് തന്നെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു ജനപ്രതിനിധിയുടെ, ഒരു MLA-യുടെ എല്ലാ പ്രിവിലേജുകളോടും കൂടി പൊതുസമൂഹത്തിനകത്ത് ഇറങ്ങി നടക്കുന്ന സ്ഥിതി നിലവിലുണ്ട്. പൊതുപരിപാടികൾക്കകത്തേക്ക് അദ്ദേഹം കടന്നു വരുന്ന നിലയുണ്ട്. എന്ത് സന്ദേശമാണ് ഇതിലൂടെ ജനങ്ങളുടെ മുൻപിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസും UDF-ഉം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ്.
അതിനും അപ്പുറത്തേക്ക് ഈ ചില പൊതുപരിപാടികൾ മാത്രമല്ലല്ലോ, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പൊളിറ്റിക്കൽ വേദികൾ ഇദ്ദേഹത്തിന് വേണ്ടി ഒരുക്കുന്നതിൻ്റെ അനുഭവം ഈ നാളുകളിൽ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇന്ന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്നിരുന്നാലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് ശ്രീ കെ മുരളീധരനാണ്. കെ മുരളീധരൻ പറഞ്ഞ് കോൺഗ്രസിന് ഒരു ഉത്തരവാദിത്വമില്ല, UDFന് ഒരു ഉത്തരവാദിത്വമില്ല, ഞങ്ങളാരും വേദി ഒരുക്കിയിട്ടില്ല എന്നുള്ള നിലയിലായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്തെ പഞ്ചായത്ത്, എൻ്റെ തൊട്ടപ്പുറത്തെ കരിമ്പ ഗ്രാമപഞ്ചായത്തിനകത്ത് മുസ്ലിം ലീഗിൻ്റെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ കൺവെൻഷൻ്റെ ഉദ്ഘാടകനായി അവർ വേദി ഒരുക്കി പങ്കെടുപ്പിച്ചത് പാലക്കാട്ടെ ഈ MLA ആയിരുന്നു. കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു എന്നവർ പറയുന്നു, അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്നവർ പറയുന്ന MLA ആയിരുന്നു. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ മുൻപിൽ വന്നതെന്ന് അദ്ദേഹം കോൺഗ്രസ് ആണ്, അദ്ദേഹത്തെ പുറത്താക്കിയിട്ടൊന്നുമില്ല, അദ്ദേഹം ഞങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാണ് എന്ന് പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ അനുഭവം നമ്മൾ കണ്ടു. ഈ വിഷയങ്ങൾ ഉണ്ടായ ഘട്ടം തൊട്ട് VK ശ്രീകണ്ഠൻ തുടർച്ചയായി അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ഇദ്ദേഹം പങ്കുവഹിക്കുന്നു. നോമിനേഷൻ സ്കൂട്ടണിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക പ്രതിനിധിയായിട്ട് ഇദ്ദേഹം പങ്കെടുക്കുന്നു. ഈ നിലയിൽ ഈ ഒരു കൊടും ക്രിമിനലിനെ ഇപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഇദ്ദേഹം ഒരു സൈക്കോപാത്താണ് എന്നുള്ളതാണ്. ഒരു സൈക്കോപാത്താണ്. അടിയന്തരമായി ചികിത്സ ആവശ്യമായിട്ടുള്ള മനോവൈകല്യം ഇദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ പിന്തുടരുന്നു എന്നുള്ളത് ഈ ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും കേൾക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന ഒന്നാണ്. ഏറ്റവും ഇമ്മീഡിയറ്റ് ആയി ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടുന്ന ഈ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യത്തിന് ഏറ്റവും കൃത്യതയോടുകൂടിയുള്ള ശിക്ഷ ഉറപ്പുവരുത്തേണ്ടുന്ന സാഹചര്യം നിലവിലുണ്ട്. ആ ഘട്ടത്തിലും അങ്ങ് നേരത്തെ സൂചിപ്പിച്ചൊരു വിഷയം പ്രധാനമായിട്ട് തന്നെ കിടക്കുകയാണ്. ഈ സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ ഒരു പരാതി ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വരുന്നില്ല. പലയിടങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിശദാംശം ഈ പരാതി ഉന്നയിക്കുന്ന ആളുകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി, ഈ പറഞ്ഞ പോലെ അവരെ നിശബ്ദരാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിരന്തര ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇന്നിപ്പോൾ വന്നിട്ടുള്ള ശബ്ദ സന്ദേശത്തിന്റെ തുടർച്ചയായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുശേഷം ഇങ്ങോട്ട് തുടർച്ചയായി ഇവർക്ക് നേരെ അറ്റാക്ക് ഉണ്ടാകുന്ന, ഭീഷണി ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് അവർ ഇന്ന് പുതിയ വെളിപ്പെടുത്തലുകളുമായി പുറത്തേക്ക് വരുന്നതെന്നും തുടർച്ചയിൽ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുന്നതിന് വേണ്ടി അവർ തയ്യാറായിട്ടുണ്ട്, അവർ പരാതി കൊടുക്കാൻ വേണ്ടി പോകുകയാണ് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ നിലയിൽ ഒരു പരാതി ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലൊരു അന്വേഷണ സംവിധാനം ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തെളിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൃത്യതയോടുകൂടിയുള്ള നിയമ നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു പരാതി കൂടി ഉയർന്നു വരുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഗൗരവപ്പെട്ട കാര്യമാണ് ഈ പരാതി ഉന്നയിക്കുന്ന ആളുടെ എല്ലാ തരത്തിലുമുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ചാടി ചവിട്ടി കൊല്ലുന്നതിന് വേണ്ടി ഒരു മടിയുമില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു സൈക്കോ, ഒരു ക്രിമിനൽ, അദ്ദേഹം എന്തും ചെയ്യാൻ മടിക്കില്ല എന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല. സ്വാഭാവികമായും പരാതിയുമായി ഉയർന്നു വരുന്ന ആളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സ്റ്റേറ്റിന് ഉത്തരവാദിത്തമുണ്ട്. സ്റ്റേറ്റ് ആ ഉത്തരവാദിത്വം ഭംഗിയോടെ നിർവഹിക്കും എന്നതിൽ തർക്കമല്ല. നമ്മൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിനും ആ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കും. ശരി, രാഹുലിന് വേണ്ടി ചാനൽ ചർച്ചയിൽ വരേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചതുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിനിധികൾ ഈ ചർച്ചയിൽ ഇല്ലാത്തത്. കോൺഗ്രസ് പ്രതിനിധികളെ വിളിക്കാത്തതല്ല. ശ്രീ VS ജിതിൻ ദേവ്, നമ്മൾ കഴിഞ്ഞ 4 മാസമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ മറ്റൊരു ഘട്ടമാണ് ഇന്ന്. അവസാനിച്ചു എന്ന് കരുതിയിടത്ത് നിന്ന് വീണ്ടും വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. പക്ഷേ വെളിപ്പെടുത്തലുകളുടെ സ്വഭാവത്തിൽ നിന്ന് ഒരു പരാതിയുടെ സ്വഭാവത്തിലേക്ക് വരികയും എനിക്ക് നീതി വേണം എന്നൊരാൾ ആവശ്യപ്പെടുകയും ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം ഇത് വെളിപ്പെടുത്തലുകളായി അവസാനിക്കുകയും ചെയ്യും. ഇതിങ്ങനെ കേവല രാഷ്ട്രീയ വാദപ്രതിവാദമായാൽ മാത്രം മതിയോ? ഒരിക്കലുമല്ല അഭിലാഷ്. കാരണം ഇവിടെ ഞാൻ ആർഷോ പറഞ്ഞു നിർത്തിയിടത്ത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് അന്വേഷിക്കുന്നത് പിണറായി വിജയൻ്റെ പോലീസാണെന്നുള്ളതാണ്. നോക്കൂ, ഇന്ന് മാധ്യമങ്ങളെ കണ്ട കോൺഗ്രസ് നേതാവ് ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് പോലീസ് ആക്ഷൻ എടുക്കട്ടെ എന്നാണ്. പക്ഷേ ആക്ഷൻ എടുക്കേണ്ട പോലീസിന് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. ഞാൻ അഭിഭാഷക സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്നത്തെ വെളിപ്പെടുത്തലിൽ വേണമെന്നുണ്ടെങ്കിൽ പോലീസിന് രാഹുലിനെ ചോദ്യം ചെയ്യാം, രാഹുലിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ FIR രജിസ്റ്റർ ചെയ്തിട്ട് ഈ പറഞ്ഞ അങ്ങ് പറഞ്ഞതുപോലെ 4 മാസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഒരു തവണ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ കേരളത്തിൻ്റെ പോലീസ് തയ്യാറായിട്ടില്ല. ആ കോൺഫിഡൻസ് തന്നെയാണ് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ വളരെ അഹങ്കാരത്തോടെ രാഹുൽ സംസാരിക്കുന്നതും രാഹുൽ ആ വിഷയങ്ങളെ, ഈ ഓഡിയോ സംഭാഷണത്തെ ഉൾപ്പെടെ ന്യായീകരിക്കുവാൻ, ലഘുവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. കാരണം നടപടി എടുത്തു എന്ന് പറയുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ രാഹുലിനെ ചുമലിലേറ്റിക്കൊണ്ട് പാലക്കാട് നടക്കുന്നത് നാം കാണുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുലാണ് അവിടുത്തെ പല സ്ഥാനാർത്ഥികളുടെയും നോമിനേഷൻ
ആര് നിൽക്കണം എന്ന് തീരുമാനിച്ചത്. രാഹുലാണ് നോമിനേഷൻ സ്കൂട്ടണിങ്ങിൽ പങ്കെടുത്ത് വക്കീലിനേക്കാൾ വിദഗ്ധമായ രീതിയിൽ അവിടെ ROയ്ക്ക് മുമ്പിൽ, ഭരണാധികാരിക്ക് മുമ്പിൽ വാദിക്കുന്നത്. അവിടുത്തെ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുലാണ്. ഇങ്ങനെ കോൺഗ്രസിനെ വിഴുങ്ങുന്ന ഒരു രാഹുൽ ഷാഫി നെക്സസിന്റെ പിടിയിലേക്ക് കോൺഗ്രസ് അകപ്പെട്ടു പോയിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കേവലം രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾക്കപ്പുറത്ത് രാഹുലിനെ തെള്ളിപ്പറയാനോ രാഹുലിനെതിരെയുള്ള നടപടിയെപ്പറ്റി വിശദീകരിച്ച് രാഹുലിനെ മാറ്റി നിർത്താനോ ഇവർക്ക് സാധിക്കുന്നില്ല. നോക്കൂ, കോൺഗ്രസിന്റെ വനിതാ നേതാക്കന്മാർക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാൻ സാധിക്കാത്ത സാഹചര്യം കഴിഞ്ഞ 4 മാസമായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ സംസാരിച്ച ബിന്ദു കൃഷ്ണയുടെയും അതേപോലെ തന്നെ തൃക്കാക്കര MLA ഉമാ തോമസിന്റെയൊക്കെ അവസ്ഥ നാം കണ്ടതാണ്. ഒരു മാധ്യമ പ്രവർത്തക ഈ ഇരയെ കണ്ടു, ആ ഇരയെ കണ്ടപ്പോൾ അത് കടന്നു പോകുന്ന ട്രോമ വളരെ വലുതാണ് എന്ന് പോസ്റ്റ് ഇട്ടപ്പോൾ എന്തുമാത്രം അധിക്ഷേപത്തിന് അവർ ഇരയായി. അപ്പോ രാഹുലിനെതിരെ സംസാരിക്കുന്ന ആരായാലും, അത് കോൺഗ്രസ് ആയാലും ഇതര രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരായാലും മാധ്യമ പ്രവർത്തകരായാലും, അവർക്ക് അഭിമാനത്തോടെ തൻ്റെ ഇടത്തോടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു ഭീഷണി, ഒരു അപ്രഖ്യാപിത ഭീഷണി ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് അഭിലാഷ് ഈ പറഞ്ഞതുപോലെ രാഹുലിനെതിരെ പ്രതികരിക്കാൻ ആരും തയ്യാറാകാത്തത്. നോക്കൂ, ഒരു പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഞാനും ഈ പാനലിലിരിക്കുന്ന എല്ലാവരും ഒക്കെ രാഷ്ട്രീയ ഓഡിറ്റിങ്ങിന് വിധേയമാകപ്പെടേണ്ടവരാണ്. പക്ഷേ അതിനെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയൊക്കെ ആകരുതോ അതെല്ലാമായിട്ടാണ് രാഹുൽ പോകുന്നത്. ഒരാളാണോ, 2 ആളാണോ, 3 ആളാണോ, എത്രയോ ആൾക്കാർ പരാതി ഇല്ലെങ്കിൽ പോലും പരാതി പറയാൻ തയ്യാറാകുന്നു, തങ്ങൾക്കേറ്റ ദുരനുഭവത്തെ പറ്റി വിശദീകരിക്കാൻ തയ്യാറാകുന്നു. പക്ഷേ ഇതെല്ലാ സാഹചര്യം ഉണ്ടായണക്കെ പോലും രാഹുലിനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും ക്ഷണിക്കാതെ പിണറായി പോലീസ് അദ്ദേഹത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇതാണ് കേരളം ചർച്ച ചെയ്യേണ്ടത്. എന്താണ് ഇവർ തമ്മിലുള്ള ഡീൽ? ആ ഡീലാണ് രാഷ്ട്രീയ ആരോപണം. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഞങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതാണ്, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു, ഇനി യാതൊരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനവും വേണ്ടതില്ല എന്ന നിലപാട് കോൺഗ്രസിന് എടുക്കാൻ കഴിയുമോ? കോൺഗ്രസ് ഈ പുറത്താക്കി എന്ന് പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് രാഹുൽ മാങ്കൂട്ടം അവിടെ പ്രവർത്തിക്കുകയാണ് എന്നുള്ള കാര്യം VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഒക്കെ കാണാതിരിക്കുന്നത് കൊണ്ട്, അവർക്ക് അവിടേക്ക് പോകാൻ സമയം കിട്ടാത്തത് കൊണ്ട് ആണെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? അല്ല, ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പരസ്യമായിട്ട് പ്രചാരണം നടത്തുന്നു, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നു, അതിന് കമ്മിറ്റിയിൽ നേതൃത്വം വഹിക്കുന്നു, പ്രകടനം നടത്താൻ നേതൃത്വം കൊടുക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് കേരള സമൂഹത്തോട് ഉള്ള ഒരു ചോദ്യമാണ്. ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യും, ഞാനിങ്ങനെയൊക്കെ ചെയ്യും. അതിന് ഉത്തരം പറയേണ്ടത്, ഉത്തരം കയ്യിലുള്ളത് കേരളത്തിലെ സമൂഹത്തിനാണ്, ജനങ്ങൾക്കാണ്, പൊതുജനങ്ങൾക്കാണ്. തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് വോട്ട് ചെയ്യുന്ന ഇവിടുത്തെ സാധാരണക്കാർക്കാണ്, അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ നമ്മളൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ, ഒരു പൊതുസ്ഥാനത്ത് നിയമസഭാംഗം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. എത്രയോ പേര് സ്വപ്നം കാണുന്ന ഒരു സ്ഥാനമാണ് കേരള നിയമസഭയിലെ ഒരു അംഗത്വം. അത് അദ്ദേഹത്തിന് കൈവെള്ളയിൽ വെച്ച് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞിട്ട് പോലും അതനുസരിച്ച് അതിൻ്റെ ഒരു മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മാഹാത്മ്യം നിലനിർത്തത്തക്ക വിധത്തിൽ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നേരത്തെ ആരോ പറഞ്ഞതുപോലെ ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് പോലീസിനോട് ചോദിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇത് സാധാരണ ഒരു മാലമോഷണ കേസല്ല, ഒരു തേങ്ങാമോഷണ കേസല്ല, ഇത് ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടെടുത്ത മാതിരിയുള്ള കേസല്ല. അതിനൊക്കെ തെളിവുണ്ടാക്കാം. ഒരു കൊലപാതകം നടന്നാൽ അവിടെ പോലീസ് നായയൊക്കെ വിട്ടിട്ട് ബാക്കി തുമ്പുണ്ടാക്കാം. പക്ഷെ ഇത് ഒരു പെൺകുട്ടിയുടെ ജീവൽ പ്രശ്നമാണ്, അവളുടെ അന്തസ്സിൻ്റെ പ്രശ്നമാണ്, അവളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമാണ്. ഒരു പോലീസ് അന്വേഷണം ആ ഒരു ലിമിറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ പോലീസിനോ ഏത് ഭരണകൂടത്തിനോ ചെയ്യാൻ കഴിയൂ. അഭിലാഷ്, അല്ല, തീർച്ചയായിട്ടും പോലീസിന്റെ ഇക്കാര്യത്തിൽ പരിമിതികളുണ്ട്. പോലീസ് ഇപ്പോൾ കൃത്യമായ പരാതി ഇല്ലാതെ, ഇപ്പോൾ എനിക്ക് ആ പരാതി ഇല്ല എന്ന് പെൺകുട്ടി പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആളുകളുടെയും പ്രശ്നം അവിടെ അവസാനിക്കും സ്വാഭാവികമായിട്ടും. ഞാൻ ആ കേസിനെ കുറിച്ചല്ല. പക്ഷേ ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മുതിർന്ന നേതാക്കൾ, VD സതീശൻ എന്താ പറഞ്ഞത്? VD സതീശൻ പറഞ്ഞു, ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത നിലപാടാണ്, നടപടിയാണ്.
ഒരു കടൽ ഇളകി വന്നാലും ആ ബോധ്യത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. പറഞ്ഞത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ക്യൂ എന്ന ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിക്ക് മുൻപാകെ വന്ന പരാതികളിൽ അടിസ്ഥാനമുണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെത് എന്ന്. അപ്പോൾ ഞങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത നടപടിയാണ്, മെറിറ്റ് അടിസ്ഥാനത്തിലെടുത്ത നടപടിയാണെന്ന് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പറയുന്നു പൊതുസമൂഹത്തോട്. കടൽ ഇടകി വന്നാലും മാറില്ല എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പാർട്ടിയിൽ ഈ തരത്തിൽ വിരാജിക്കുന്നത് ആരുടെ കുഴപ്പമാണ്? അല്ല, അത് നമ്മൾ നേരത്തെ ഈ ചർച്ചയിൽ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പിന്നിൽ ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. സൈബർ മേഖലകളിലൊക്കെ, സൈബർ ഇടങ്ങളിലൊക്കെ വളരെ ആക്രമണോത്സുകതയോടുകൂടി പ്രവർത്തിക്കുന്ന, ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് ഒരു ശക്തിയാണ്, ശാക്തിക ചേരിയാണ്. അത് കോൺഗ്രസിൻ്റെ അകത്തെ, കാരണം ഷാഫി പറമ്പിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നേതാവാണ് ഷാഫി പറമ്പിൽ. എന്ത് ശക്തനായ നേതാവ്, ഒരു വലിയ നേതാവായിട്ട് നടന്നതല്ലേ. ആ നേതാവിന് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഒരു ബലഹീനതയും ദൗർബല്യവും ആവുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതല്പം ഖേദകരമാണ്, വ്യസനം ഉണ്ടാക്കുന്ന വിഷയമാണ്. പക്ഷെ ഞാൻ അതല്ല പറയാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചു. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീകുമാർ മനയിൽ, ഇവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വ്യക്തിപരമായ വ്യതിയാനങ്ങൾ എന്നുള്ളതിനപ്പുറത്ത് കോൺഗ്രസ് പാർട്ടി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനത്തിന് എന്ത് സംഭവിച്ചു? ഇപ്പോൾ രാഹുൽ കോൺഗ്രസുമായി അസോസിയേറ്റ് ചെയ്ത യാതൊരു കാര്യത്തിലും ഉൾപ്പെട്ടിരുന്നില്ല എന്ന നിലയായിരുന്നുവെങ്കിൽ, രാഹുൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കി നടക്കുകയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ വിവാദത്തിൽ കോൺഗ്രസ് മറുപടി പറയേണ്ട പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയ ബോധ്യം അനുസരിച്ച് ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയാമായിരുന്നു. പക്ഷേ നടപടിക്ക് ശേഷവും രാഹുൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ചോദിക്കുമ്പോൾ നടപടിയൊക്കെ നേരത്തെ എടുത്തല്ലേ എന്ന് പറഞ്ഞ് ഒഴിയാൻ എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് പറ്റുക? അഭിലാഷ് പറഞ്ഞ പോലെ ചോദ്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ നേരത്തെ നടപടിയെടുത്തതല്ലേ എന്ന് പറഞ്ഞൊഴിയാൻ മാത്രമേ കോൺഗ്രസ്സിന് സാധിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്ക് രണ്ട് മുഖമുണ്ട്. ഒന്ന് ധാർമ്മികമായ മുഖം, മറ്റൊരു രാഷ്ട്രീയമായ മുഖം. ഇതിൽ ധാർമ്മികമായ മുഖത്തെ കോൺഗ്രസ് പാർട്ടി അഭിസംബോധന ചെയ്തു. എന്നാൽ രാഷ്ട്രീയമായ മുഖത്തെ അവർക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടങ്ങുന്ന ഒരു നേതൃനിരയ്ക്ക്, അല്ലെങ്കിൽ ആ നേതൃനിരയുടെ ഒരു ശക്തിക്ക് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം ഒന്ന് അയഞ്ഞു കൊടുക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ധാർമ്മികമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിൽ വന്ന പരാതിയിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ അഭിപ്രായപ്പെട്ട പോലെ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തി. കാരണം ആ പരാതിയിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് നേതാക്കൾക്ക് തന്നെ നേരത്തെ തന്നെ ഈ ആരോപണങ്ങളൊക്കെ ഉയരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചില ബോധ്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അങ്ങനെ അവർ അത് മാറ്റി നിർത്തി. പക്ഷേ രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ ആ ധാർമ്മികമായിട്ട് നടപടിയെടുക്കാൻ കാണിച്ച ആ ഒരു മനസ്ഥിതി രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ അത് ചോർന്നു പോകുന്ന അവസ്ഥയാണ്. കാരണം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട് നഗരസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളിൽ ഇടപെടുകയും കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടു, സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായാണ്. ബി ജെ പിയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ഇടപെടുകയും കോൺഗ്രസിന് അനുകൂലമായിട്ട്, സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് തീരുമാനം അവിടെ വെച്ചുണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഇടപെടലിൻ്റെ ആർജവത്വമൊക്കെ വളരെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ കൊട്ടിഘോഷിക്കുകയും ചെയ്തു. അത് സത്യമാണ്. അദ്ദേഹത്തിന് ഇടപെടാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉള്ള നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ കോൺഗ്രസിന് രാഷ്ട്രീയപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിടാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോഴുള്ളതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ നേതാക്കൾ പലരും മിണ്ടാതിരിക്കുന്നതും. കെ മുരളീധരനെ പോലെയുള്ള കുറച്ച് നേതാക്കൾ മാത്രം ഇതിനെക്കുറിച്ച് വെട്ടിത്തുറന്ന അഭിപ്രായം പറയുന്നത് അതുകൊണ്ടാണ്. ഈ ധാർമ്മികമായിട്ട് നേരിടുന്ന അതേ കരുത്തോടെ രാഷ്ട്രീയപരമായിട്ടൊരു പ്രതിസന്ധിയെ നേരിടാൻ നമുക്ക് കഴിയില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് പോലുള്ള പാർട്ടി. കാരണം വെച്ചാൽ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ നിർണായകമാണ്. ജീവൻ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ആ ശ്രീകുമാർ മനയിൽ, സതീശനും ചെന്നിത്തലയ്ക്കും ഒക്കെ മുകളിലുള്ള ഒരു കേന്ദ്രത്തിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഈ പുതുതായി രൂപം കൊണ്ടിട്ടുള്ള KC ഗ്രൂപ്പിന്റെ മുന്നണി പോരാളികളായി രാഷ്ട്രീയ ഉപശാലകളിൽ കേൾക്കുന്ന പേരുകൾ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരാണ്, ഷാഫി പറമ്പിലും KP അനിൽകുമാറും അടക്കം. അപ്പോൾ ഇപ്പോഴത്തെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാർക്കും പ്രസിഡന്റിനും ഒക്കെ കൂടുതൽ ലോയൽറ്റി എന്ന് പറയുന്നത് KC വേണുഗോപാലിനോടാണ്. അപ്പോൾ അദ്ദേഹം രാഹുലിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്. അതുകൊണ്ട് ഇപ്പോൾ സതീശനും ചെന്നിത്തലയും എന്തൊക്കെ പറഞ്ഞാലും രാഹുലിന് കിട്ടേണ്ട സംരക്ഷണം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഇറങ്ങി കളിക്കുന്നത്. അല്ലാതെ വെറുതെ ഇൻട്രൂഡ് ചെയ്ത് ഞാൻ കോൺഗ്രസ് ആണ് എന്ന് പറയുകയല്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ?
അഭിലാഷ് പറഞ്ഞതിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ പറയാം. ഞാൻ നേരത്തെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിൽ കേവലം 2 പവർ സെൻറ്റേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്നും നിരവധി പവർ സെൻറ്റേഴ്സിലേക്ക് കോൺഗ്രസ് എലാബറേറ്റ് ചെയ്ത് പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണിത്. നേരത്തെ 2 പവർ സെൻറ്റേഴ്സ് മാത്രം ഉണ്ടായപ്പോൾ കരുണാകരനായാലും ആന്റണി ആയാലും മറ്റു പലരായാലും ഇത് തീരുമാനമെടുക്കുക, ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുത്ത് നടപ്പാക്കാൻ എളുപ്പമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൽ നോക്കൂ, നിരവധി പവർ സെൻറ്റേഴ്സാണ് കോൺഗ്രസിൽ. ഡൽഹി കേന്ദ്രീകരിച്ചൊരു പവർ സെൻറ്റർ, തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും മറ്റ് കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും പവർ സെൻറ്ററുകൾ രൂപമെടുത്ത് വന്നപ്പോൾ ഒരു പവർ സെൻറ്റർ ഒരിക്കലും മറ്റൊരു പവർ സെൻറ്ററായിട്ട് യോജിക്കില്ല, അവർക്ക് കൈ കൊടുക്കില്ല. ഈ പവർ സെൻറ്റേഴ്സ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ആരാണ് തീരുമാനമെടുത്തതെല്ലാം നടപ്പാക്കേണ്ടത്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇറങ്ങിയപ്പോൾ ഇറങ്ങാൻ പാടില്ല, ഒരു കാരണവശാലും അയാളെ ആ പരിപാടിക്ക് ഇറക്കരുതെന്ന് പറയാൻ ആരാണ് നിർദ്ദേശം കൊടുക്കേണ്ടത്? ഈ നിർദ്ദേശം കൊടുക്കേണ്ട പവർ സെൻറ്ററിന് ഒരുപക്ഷെ അതിനേക്കാൾ മുകളിലുള്ള മറ്റൊരു അധികാര കേന്ദ്രങ്ങൾ വിലക്കുന്നുണ്ടാവുമോ? ഇത്തരം ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പവർ സെൻറ്ററുകളുടെ നിരവധി പവർ സെൻറ്ററുകൾ കേരളത്തിലെ കോൺഗ്രസിൽ രൂപമെടുത്തതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള ആളുകൾ. പണ്ട് അങ്ങനെയായിരുന്നില്ലേ? ഒരു ആളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് KM മുരളീധരനെ പോലും സസ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാം, KM മുരളീധരനെ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന്. ആ സമയത്ത് അദ്ദേഹത്തിന് ഇതുപോലെ ഇറങ്ങി നടക്കാൻ പറ്റില്ല, ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, ഒരു പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. KM മുരളീധരന്, കരുണാകരൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് KM മുരളീധരനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഒരു പാർട്ടി പരിപാടിയിൽ ഒരു പാർട്ടി ഓഫീസിൽ കയറി ചെല്ലാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു 2005 നിന്നും 2025 എത്തുമ്പോഴുള്ള കോൺഗ്രസിൻ്റെ ആ ഒരു ട്രാൻസിഷൻ എന്താണെന്ന് അഭിലാഷിനെ പോലത്തെ മാധ്യമപ്രവർത്തകർ പഠിക്കേണ്ടതാണെന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം നിരവധി പവർ സെൻറ്ററുകളും നിരവധി നേതാക്കളും നിരവധി താല്പര്യങ്ങളും ഒത്തുചേരുമ്പോൾ പിന്നെ ആരെ വിലക്കും, ആരാർക്ക് കൂജ്യവില കിടും, ആരാർക്ക് നിർദ്ദേശം കൊടുക്കും? ഇതാണ് കേരളത്തിലെ കോൺഗ്രസ് ചേരുന്ന പ്രശ്നം. അത് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലൊരാൾക്ക് കുറച്ചുകൂടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്പേസ് തുറന്നു കിട്ടി. അത് നമ്മളിപ്പോൾ നേരത്തെ അഭിലാഷ് പറഞ്ഞ പേരുകൾക്കെല്ലാം അതിന് ഈ പറയുന്ന അതിനെല്ലാം അവർക്ക് പങ്കുണ്ടായിരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇതാണ് സംഭവിച്ചത്. ഈ ഒരു ആരും ആരോടും ബാധ്യതയോ ഉത്തരവാദിത്വം ഇല്ലാതെ എല്ലാവരും അവനവൻ്റെ സ്പേസിൽ കളിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതല്ലാതെ ഇതിനപ്പുറം എന്താണ് നടക്കുക? പാർട്ടിയെ മാനേജ് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ മാനേജ് ചെയ്യാൻ കഴിയും, അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എങ്കിൽ. അതിനപ്പുറത്ത് ഈ കല്ലെ പിളർക്കുന്ന ശാസനകളൊന്നും നടപ്പാവില്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വ്യക്തമാവുകയാണ്. അവിടെ ശ്രീ ജേക്കബ് ജോർജ് ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ VD സതീശൻ ഞാൻ മീറ്റിങ്ങിലായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം കാറിൽ കയറി അദ്ദേഹത്തിൻ്റെ കാറിനകത്തു നിന്നുള്ള വിഷ്വലിലും നമുക്ക് പോവാം, ആ ചിരിയുണ്ട്. അതിനപ്പുറത്ത് ഒരു വാചകം പറഞ്ഞില്ല. ഈ വിഷയത്തിൽ വോക്കലായിരുന്ന ആളാണ് VD സതീശൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ചിരിയിൽ എല്ലാം ഉണ്ടോ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന ഒരു ടോൺ ആ ചിരിയിൽ കാണാമോ? അൻവർ വിഷയം പോലെ ഇപ്പോഴത്തെ രാഹുൽ മാൻകൂട്ടം വിഷയം പോലെ പല വിഷയങ്ങളിലും ധീരമായ നിലപാടെടുക്കാൻ ശേഷിയുള്ള ആളാണ് VD സതീശൻ. അതൊന്നും യാതൊരു സംശയമില്ല. അത് അദ്ദേഹം എടുത്തു കഴിയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് കാലാകാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ, രാഷ്ട്രീയത്തിൽ അദ്ദേഹം വന്ന നാൾ വഴി നോക്കുകയാണെങ്കിൽ, സമുദായ നേതാക്കന്മാർക്കെതിരെ പോലും, വളരെ കാലിക പ്രസക്തിയുള്ള സമുദായ നേതാക്കന്മാർക്കെതിരെ പോലും ശക്തമായ നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അതൊന്നും പേടിക്കുന്ന ആളല്ല. അതുകൊണ്ട് ആ നിലപാട് അദ്ദേഹം എടുത്തു കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസിൻ്റെ അകത്തെ രാഷ്ട്രീയം, VD സതീശൻ്റെ സ്വന്തം വ്യക്തി രാഷ്ട്രീയം. വ്യക്തിക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലെ നിലനിൽപ്പ്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ VD സതീശനാണ് കോൺഗ്രസിനെ UDF-നെ നയിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലനിൽപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക്, അതിൻ്റെ അകത്തെ ചില പൊളിറ്റിക്സ്, അതൊക്കെയും അദ്ദേഹത്തിന് നോക്കണം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അത് കൂടുതൽ വഷളാക്കണ്ട എന്ന് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയാനുള്ളത് പറഞ്ഞു. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. VD സതീശൻ അത്ര കർശനമായ, അത്ര ശക്തമായൊരു നിലപാടെടുത്തതിൻ്റെ പിന്നിൽ വലിയ കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ അഭിലാഷിനും അറിയാം, അത് വലിയ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമ്മളൊക്കെ കേട്ടാൽ നമ്മൾ തന്നെ അന്തം വിട്ടു പോകും. തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം അങ്ങേയറ്റം ന്യായയുക്തമാണ്. അതിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വേറൊരു കാര്യം. രാഷ്ട്രീയത്തിന് അതിൻ്റേതായ ഒരു വരവും പോക്കും ഒക്കെ ഉണ്ടല്ലോ, ഒക്കെ ഉണ്ടാവാം തീർച്ചയായിട്ടും. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ സ്ഥിതിക്ക് VD സതീശനും രമേശ് ചെന്നിത്തലയും എടുത്ത തീരുമാനം അങ്ങേയറ്റം സ്തുത്യർഹമാണ്, യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയമായ ശരിയാണ് അത് എന്ന് എനിക്ക് ഉറച്ചു പറയാൻ കഴിയും. ശരി, നമുക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ PMR ഷോ, ഇവിടെ നേരത്തെ BJP ഉന്നയിച്ചൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഇത്രയും മാസമായി, 4 മാസമായി
കേസെടുക്കുന്നത് പോലീസിൻ്റെ കാര്യം. പക്ഷെ അവർക്ക് ഈ ആരോപണ വിധേയനെ ഒന്ന് വിളിച്ചു ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം പോലും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ആ ഒരു കച്ചിത്തുരുമ്പ് പോലും കിട്ടിയിട്ടില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഇതിപ്പോൾ കുറേ വിവരങ്ങൾ പൊതുസമക്ഷത്തിലുണ്ട് എന്നതിനപ്പുറത്ത് നിയമപരമായി ഇങ്ങനൊരു വിഷയം ഉണ്ടായാൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഇരകൾക്ക് സർക്കാരിൽ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയിൽ വിശ്വാസമില്ലാത്തത്? എന്തുകൊണ്ടാണ് അവർ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാത്തത്? അവർ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുകയാണ് എങ്കിൽ ആ ഭയം മാറ്റാനുള്ള, അവർക്ക് സംരക്ഷണം ഒരുക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിൻ്റെതാണല്ലോ സ്വാഭാവികമായിട്ടും. എന്തുകൊണ്ട് അനീതി എന്ന് നിങ്ങൾ ആരോപിക്കുന്ന കാര്യത്തിൽ നീതി പുലർത്താൻ അല്ലെങ്കിൽ ആ നീതി കൊണ്ടുവരാൻ സ്റ്റേറ്റിൻ്റെ ഏജൻസികൾക്ക് കഴിയുന്നില്ല? ഇതിനകത്ത് ഈ ഘട്ടത്തിലും ഞങ്ങൾ ഉറച്ച ശബ്ദത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതിനകത്ത് ഈ ഹീനമായിട്ടുള്ള ആക്രമണത്തിന് ഇരയായിട്ടുള്ള സഹോദരിമാർ പരാതിയുമായി മുന്നോട്ട് വരണമെന്നുള്ളതാണ്. പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്ന പക്ഷം അവർക്കുള്ള പൂർണ്ണമായ പിന്തുണയും സംരക്ഷണവും സംസ്ഥാന സർക്കാർ നൽകുമെന്നുള്ളതിനകത്തൊരു തർക്കവും വേണ്ട. ഏറ്റവും കൃത്യമായ അന്വേഷണവും അതിൻ്റെ തുടർച്ചയിൽ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള കർശനമായിട്ടുള്ള നിയമ നടപടിയും ഉണ്ടാകും. ഇതിനപ്പുറത്തേക്ക് അവർ ഭയപ്പെടുന്നതിൽ തെറ്റു പറയാൻ വേണ്ടി കഴിയില്ല. കാരണം നേരത്തെ സംസാരിച്ച ജേക്കബ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ സൂചിപ്പിച്ചു, കേരളത്തിലെ ഒരു വലിയ വിഭാഗം യൂത്ത് കോൺഗ്രസ്സുകാരുടെ പിന്തുണ അവർക്കുണ്ട് എന്ന നിലയ്ക്ക് യൂത്ത് കോൺഗ്രസ്സുകാരുടെയും പിന്തുണയല്ലെന്നേ. ഇത് ഇവർ പണം കൊടുത്ത് തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം ക്രിമിനലുകളായിട്ടുള്ള സൈബർ വെട്ടുകിളി സംഘത്തിൻ്റെ പിന്തുണയാണ് ഇവർക്കുള്ളത്. രാഹുൽ ആണെങ്കിലും ഷാഫി ആണെങ്കിലും ആ സൈബർ വെട്ടുകിളി സംഘമാണ് ഏറ്റവും ഹീനമാം വിധം ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരെ സൂചിപ്പിച്ചല്ലോ, എന്തായിരിക്കും ഇവർ പരാതി നൽകാൻ ഭയപ്പെടാൻ കാരണം എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ ഒന്നിലധികം ആളുകൾ സൂചിപ്പിച്ചു ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ച സമീപനവുമായി ബന്ധപ്പെട്ട്. ആ പ്രതിപക്ഷ നേതാവിനെ ഏത് നിലയ്ക്കാണ് ഇവർ അറ്റാക്ക് ചെയ്തത്? അദ്ദേഹത്തിന് എന്തോ പേരിട്ട് കൊടുത്തു, കേക്കച്ചൻ എന്നോ മറ്റോ. ആരെ പേരിടുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും സൈബർ വെട്ടുകിളി സംഘം ഇവർ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പവർ സെന്ററുകളുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിന്റെ പിന്തുണയോട് കൂടിയാണ് ഇവർ വിരാജിക്കുന്നത് എന്നുള്ള നിരീക്ഷണം കേട്ടു. ആയിരിക്കാം ഒരു, പക്ഷേ എനിക്കതിനെ സംബന്ധിച്ച് ധാരണയില്ല. പക്ഷെ എന്നിരുന്നാലും അതിനോടൊപ്പം തന്നെ ഉണ്ടായ ഒരു അനുഭവമാണ് KC വേണുഗോപാൽ ഇന്ത്യയിലെ കോൺഗ്രസിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളാണല്ലോ, അവരുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ KC വേണുഗോപാലിന്റെ ഭാര്യ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എഴുതിയിട്ടു. ഈ ചെങ്ങാതിയെ സമൂഹത്തിന്റെ പരിസരത്തേക്ക് അടുപ്പിക്കാൻ കൊള്ളാത്ത ആളാണെന്ന്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന് എത്ര സമയത്ത് ആയുസുണ്ടായിരുന്നു? എത്ര മിനിറ്റ് അവർക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു? ഏത് നിലക്കുള്ള അറ്റാക്കാണ് അവർക്കെതിരുണ്ടായിട്ടുള്ളത്? അവർ നിരന്തര രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ KC വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് നേരിടേണ്ടി വന്നത് അതിനീചമായിട്ടുള്ള സൈബർ അറ്റാക്ക് ആയിരുന്നു. ഇപ്പൊ ഉമാ തോമസിനെതിരെ എന്തുണ്ടായത്? മാസങ്ങൾക്ക് മുൻപ് ഉമാ തോമസിന് സംഭവിച്ച അപകടം, കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടം ഉൾപ്പെടെ പറഞ്ഞിട്ടല്ലേ ഈ കോൺഗ്രസിന്റെ സൈബർ വെട്ടുകിളി സംഘം ഉമാ തോമസിനെ അറ്റാക്ക് ചെയ്ത്. അവർ പറഞ്ഞു അന്ന് വീണ ഘട്ടത്തിൽ മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നുൾപ്പെടെ ഉമാ തോമസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് കീഴിൽ വന്നതെന്ന് ഈ കൂട്ടർ ആക്രോശിക്കുന്നു കേട്ടില്ലേ? ഒരു നേരും നെറിയുമില്ലാത്ത ഇവർ പണം കൊടുത്ത് ആരെയും എന്ത് തോന്നിവാസവും പറഞ്ഞ് പൊതുസമൂഹത്തിന് മുൻപിൽ അറ്റാക്ക് ചെയ്യാൻ പാകത്തിലേക്കുള്ള ഒരു സൈബർ സംഘത്തെ, ഒരു വെട്ടുകിളി കൂട്ടത്തെ ഇവർ പോറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വെട്ടുകിളി സംഘമാണ് ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിനെ അടക്കം ഈ കൂട്ടർ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ പരാതിക്കാരി ചെറിയ തോതിലെങ്കിലും ഭയപ്പെടുന്നതിനകത്ത് തെറ്റു പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ ഈ പരാതിയുമായി ഈ പുറത്ത് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് നിന്ന് തനിക്കുണ്ടായ അനുഭവം പറഞ്ഞ ഒരു യുവതി ഉണ്ടായിരുന്നല്ലോ എറണാകുളത്ത് നിന്നുള്ള. ആ യുവതിക്ക് നേരെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള അറ്റാക്ക് എന്താ? ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? എത്രമേൽ സൈബർ ഇടങ്ങൾക്കകത്ത് എത്രമേൽ മേച്ചകരമായ വിധമാണ് അവരെ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ഇവർ പൂറ്റി വളർത്തുന്ന സൈബർ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്തത്. സ്വാഭാവികമായും ഇതെല്ലാം കാണുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്നെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് പോലെ ഇവർക്ക് മേലുള്ള പ്രഷർ ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം പരാതികൾ ഉയർന്നു വരാതിരുന്നത്. എന്നാൽ ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള വിവരങ്ങളാണ് മാധ്യമങ്ങളിലൂടെ തന്നെ അറിഞ്ഞ് ഞാൻ നേരെ സൂചിപ്പിച്ചു. അവർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ വേണ്ടി പോവുകയാണെന്നുള്ളത്. അങ്ങനെ പരാതി ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഇദ്ദേഹത്തിനെതിരെ അതികർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. നേരത്തെ BJPയുടെ പ്രതിയാൾക്ക് രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാം. ഇപ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ രാഹുൽ ഇറങ്ങി നടക്കുന്നത് എന്നൊക്കെയുള്ള, അത് BJPയുടെ രാഷ്ട്രീയം അവരെന്തോ പറഞ്ഞു കൊള്ളട്ടെ. ഈ ക്രിമിനലിനെ സംരക്ഷിച്ചു പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇയാൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള
നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം കേരളത്തിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട്, സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അത് അതേ ഗൗരവ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് പോകും. കാരണം ഇത് ആവർത്തിക്കാൻ വേണ്ടി പാടില്ലാത്ത ഒന്നാണ്. ഇത്തരത്തിലൊരാൾ നേരത്തെ പറഞ്ഞ പൊതുപ്രവർത്തകനായിട്ടോ ജനപ്രതിനിധിയായിട്ടോ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തിനകത്ത് ഇറങ്ങി നടക്കാൻ വേണ്ടി പാടില്ലെന്നേ. ആ നിലയിൽ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടത് രാഷ്ട്രീയ മാലിന്യാണ്, അഴുക്കാണ് ഇയാൾ എന്നുള്ളതിനെ സംബന്ധിച്ച് തിരിച്ചറിഞ്ഞ ആ കാഴ്ചപ്പാടോടുകൂടെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരള സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനകത്തൊരു സംശയവുമുണ്ട്. ശരി. ഇവിടെ ശ്രീ ജിതിൻ ദേവ്, പോലീസ് ചോദ്യം ചെയ്തില്ല, ഇപ്പൊ രാഷ്ട്രീയ ഒത്തുകളി, ഇത് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ആരോപിക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിനപ്പുറത്ത് ചില സാമൂഹ്യപരമായ കാര്യങ്ങൾ കൂടി ഈ വിഷയത്തിനകത്ത് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണമല്ലോ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ഉണ്ടാവുന്ന, രാഹുലിന് വേണ്ടി ആർത്ത് വിളിക്കുന്ന യുവാക്കളുടെ നിര, അത് കോൺഗ്രസ്സുകാരും ലീഗുകാരുമാണ് മുഖ്യമായിട്ടും. പക്ഷേ അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകമുണ്ടല്ലോ. അതെല്ലാം പെയ്ഡെന്നോ അതല്ലെങ്കിൽ അതെല്ലാം ഇങ്ങനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണെന്നോ നമുക്ക് കാണാൻ കഴിയുമോ? മറിച്ച് അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടതാണ്, അതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവുന്നു എന്നുള്ള ഒരു ആശങ്കാജനകമായ സാഹചര്യമുണ്ട്. ഒപ്പം അഭിപ്രായം പറഞ്ഞാൽ ആക്രമിക്കപ്പെട്ടേക്കും എന്ന ഭീതി ഈ പരാതിക്കാരായ ആളുകൾക്കുണ്ട്. ആ പരാതിക്കാരി ഒരു മാധ്യമപ്രവർത്തകയുമായി സംസാരിച്ചല്ലോ. അവർ ആ മാധ്യമപ്രവർത്തക പരാതിക്കാരിയുടെ അവസ്ഥ വിവരിച്ചിട്ടുണ്ട്. താങ്കൾ അത് കേട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും ഷാറ്റേഡ് ആയിട്ടുള്ള, മാനസികമായി തകർന്ന അവസ്ഥയിലുള്ള ഒരാളാണ്. അവർക്കൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് കഴിയില്ല. അവർ മുമ്പിൽ വന്ന് ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ പോലീസിന് മുമ്പിൽ ഇപ്പം പറയണമെന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നും കഴിയില്ല. കാരണം അവർ ഏറ്റുവാങ്ങിയിട്ടുള്ള മാനസികാഘാതം അത്രമേൽ വലുതാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ചേഞ്ചുകളും കൂടി ഈ വിഷയത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് കാണേണ്ടതല്ലേ? ഒരു സൊസൈറ്റിയിലൊന്നും ഒരു മാറ്റവും ഇല്ല അഭിലാഷ്. നമ്മൾ അങ്ങനെ ഒരു വിധിയിലേക്ക് എത്തേണ്ടതില്ല. കാരണം അഭിലാഷ്, നമ്മളുടെ ഇടവേള സമയത്ത് ഞാൻ ഈ ചർച്ചകൾ ആരൊക്കെ ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലുകൾ നോക്കി. അഭിലാഷ്, നമ്മുടെ ചർച്ചയിൽ എന്തുമാത്രം മോശപ്പെട്ട കമൻ്റാണ് വരുന്നത് അങ്ങൊന്ന് ആ യൂട്യൂബിൽ നിന്ന് കയറി വായിച്ചു നോക്കണം. 2, ഇതേ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നത് മറ്റൊരു മാധ്യമത്തിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയാണ് അത് ഡിബേറ്റ് ആങ്കർ ചെയ്യുന്നത്. വളരെ മോശമാണ് അഭിലാഷ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ. ഒരാൾക്കത് വായിച്ച്, ഒരു സാധാരണ മനുഷ്യൻ അത് വായിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമന്റാണ് പറഞ്ഞിരിക്കുന്നത്. ചില സൈബർ ഹാൻഡിലിൽ നിന്ന് അതെ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇതിനെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ നെക്സസ് വളർന്നു കഴിഞ്ഞു. അത് കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും വിഴുങ്ങിക്കഴിഞ്ഞു. ഇവിടെ CPM-ന്റെ പ്രതിനിധി കേരള സർക്കാർ നിരീക്ഷിക്കുന്നു, അത് രാഷ്ട്രീയ ആരോപണമാണ്, CPM BJP-യുടെ എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കൂ, ഇവിടുത്തെ പോലീസിനെയോ സർക്കാരിനെയോ വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ധാരാളം മുന്നനുഭവങ്ങൾ ധാരാളം ഇരകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഒരു ഭയന്ന്, അല്ലെങ്കിൽ ഈ തരത്തിലൊരു പരാതിയുമായിട്ട് പൊതുസമൂഹത്തിൽ ഒക്കെ വരാൻ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിഷേധിക്കാൻ ആവാത്ത സത്യമാണ്. ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം അഭിലാഷ്. നോക്കൂ, വടകരയിൽ ഈ CPM-കാർ തന്നെ ഒരു സ്പോൺസർ ചെയ്ത ഒരു ഷാഫി ഷോ നടന്നിരുന്നു. ആ ഷാഫി ഷോയ്ക്ക് ശേഷം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ കലാപം എത്ര വളരെ വലുതാണെന്ന് നമുക്കറിയാവുന്നതല്ലേ. പിണറായി വിജയന്റെ നവകേരള സദസ്സിനിടയിൽ DYFIയുടെ ജീവൻ രക്ഷാ ദൗത്യത്തിൽ പരിക്കുപറ്റിയ ഇവിടെ ആലപ്പുഴയിലൊക്കെ തലയടിച്ച് പൊളിച്ചത് ഒരു KSU നേതാവ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ, അവർക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടായപ്പോൾ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു തീവ്രമായ തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം നമ്മൾ തെരുവുകളിൽ കണ്ടിരുന്നു. പക്ഷേ വടകരയിൽ ഷാഫിക്ക് നേരെ എന്തോ വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഒരു വലിയ തരത്തിലുള്ള പൊതുസമൂഹത്തിലേക്ക് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച VD സതീശനെയും ഈ പറഞ്ഞ മുരളീധരനെയും സണ്ണി ജോസഫിനെയും K സുധാകരനെയും ഒക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു നെക്സസായി ഒരു ഷാഫി രാഹുൽ നെക്സസ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് ആരാണ് അധികാര കേന്ദ്രം, ആരാണ് പവർ ഫാക്ടർ എന്ന് നിശ്ചയിക്കുവാൻ വേണ്ടിയുള്ള തമ്മിലടിയാണ് നടക്കുന്നത്. ജനങ്ങളോട് അവർക്ക് യാതൊരു പ്രതിബദ്ധതയും ഇല്ല. നോക്കൂ, ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല എങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസ സംരക്ഷണം എന്ന പേരിൽ ശബരിമലയിലെ തീവട്ടിക്കൊള്ളക്കെതിരെ ഇവർ ചില സ്ഥലങ്ങളിൽ പദയാത്ര നടത്തി. ആ സമയത്ത് പ്രഖ്യാപിക്കപ്പെട്ട ഭാരവാഹികളുടെ എണ്ണത്തിൽ തനിക്ക് വേണ്ടുന്ന പരിഗണന കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ മധ്യമേഖലാ യാത്രയോ മറ്റോ നയിച്ചിരുന്ന ശ്രീ K മുരളീധരൻ പിണങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നടത്തുന്നത്. അധികാരത്തിലേക്ക് എത്തുമ്പോൾ ആരാകണം മുഖ്യമന്ത്രി, അതിനു വേണ്ടിയിട്ടുള്ള ഗെയിമിംഗ് പ്ലാനാണ് നടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ ഏത് വോട്ട് ബാങ്കിനെയും കൂടെ നിർത്തും. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഇരകളായിട്ട് എന്തുകൊണ്ടോ ദൗർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ തന്നെ മഹിളാ നേതാക്കൾ മാറിപ്പോകുന്നു എന്നുള്ള സത്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, അവിടെ ശ്രീകുമാർ മനയിൽ, കോൺഗ്രസിലും UDF-ലും ഇപ്പോൾ രാഹുലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ
സംഘാംഗങ്ങളും സേഫാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ നിലയ്ക്കുള്ള അരങ്ങൊരുക്കമുണ്ടെങ്കിൽ അടുത്ത തവണയും പാലക്കാട് രാഹുലിന് തന്നെ സീറ്റ് കിട്ടും. കോൺഗ്രസ് പുറത്താക്കി, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പിന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം പറയാം, അതല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാം എന്നുള്ളതിനപ്പുറത്ത് ഇൻ എഫക്റ്റ് അത് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ കേസുകൾ എങ്ങനെ വരും എന്നുള്ളത് ഞാൻ പ്രവചിക്കാൻ ആളല്ല. പക്ഷേ റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ്, സ്ട്രോങ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് ഉണ്ടായില്ല എങ്കിൽ, ആ കംപ്ലൈൻറ്റിനെ അനുപൂരകമായ വിധത്തിൽ കൃത്യമായ മൊഴി നൽകിയിട്ടില്ല എങ്കിൽ കേസ് വിജയിക്കില്ല. കേസ് കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായും ഈ ഇവിടെ ആ ചെറുപ്പക്കാരി കൺവിൻസ്ഡ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊടുത്തേക്കുമെന്ന സൂചന ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ കേസുകൾ വന്നില്ലെങ്കിൽ രാഹുലിനെ സേഫാക്കാൻ കോൺഗ്രസിനകത്ത് രാഹുലിനെ സംരക്ഷിക്കേണ്ട, രാഹുൽ സംരക്ഷിക്കപ്പെടേണ്ടവനാണ് എന്ന് വിചാരിക്കുന്ന നേതാക്കൾക്ക് കഴിയില്ലേ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പറയുന്ന പോലെ കേസുകൾ വന്നില്ല എങ്കിൽ ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചൊരു രാഷ്ട്രീയ അന്തരീക്ഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതിനെയും അദ്ദേഹം ഒരു പക്ഷേ പാലക്കാട് നിന്ന് വീണ്ടും ജനവിധി തേടിയേക്കാം, ഒരു പക്ഷേ കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ, കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തേണ്ടത്? കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട, പുറത്താക്കിയിട്ടില്ല, സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളെ ആരാണ് പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്ന് മാറ്റി നിർത്തേണ്ടത്? അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത് ആരാണ്? നിങ്ങൾ ഇയാളെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കുകയോ ഇദ്ദേഹത്തിൻ്റെ പുറകെ പോവുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശം കൊടുക്കേണ്ടത് ആരാണ്? ഈ നിർദ്ദേശം കൊടുക്കേണ്ടവർ ആരെയൊക്കെയോ ഭയക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവരുടെ നിർദ്ദേശം പോകാത്തത്. അതല്ല എങ്കിൽ രാഹുലിൽ ഇങ്ങനെയൊക്കെ പോകട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അയാളെ പതിയെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരാളെ വീണ്ടും നമ്മളിങ്ങനെ പാർട്ടി നിർത്തണ്ടല്ലോ. അപ്പോൾ തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പുറത്ത് അയാൾ അങ്ങനെ നിൽക്കട്ടെ, എന്നിട്ട് പിന്നെ നിയമസഭാ ഇലക്ഷനൊക്കെ വരുമ്പോൾ അപ്പോൾ നോക്കാം ഈ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ചർച്ചകളുടെ രീതി എങ്ങനെയാണ് അഭിലാഷിയാക്കാലോ. ഇതിപ്പോൾ ഇങ്ങനെയാണല്ലോ, ഇനി നാളെയല്ലേ ഇലക്ഷൻ വരും, അടുത്ത ഏപ്രിലിലെ ഇലക്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഇതിങ്ങനെ പോകട്ടെ എന്നുള്ളതാണ് എക്കാലവും കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ ചർച്ചകളുടെയും അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു പ്രോസസ്സിൻ്റെയും രൂപം അങ്ങനെയാണ്. താൽക്കാലികമായിട്ടൊരു മുട്ടുശാന്തി എന്നൊക്കെ പറയുന്നവർ താൽക്കാലികമായിട്ടൊരു ഒരു പ്രതിസന്ധി വന്നാൽ താൽക്കാലികമായിട്ടത് പരിഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് അവിടെ ഒന്നും നടക്കാറില്ല. അത് ആ പാർട്ടിയുടെ ഒരു ഘടനയും രീതിയൊക്കെ പരിശോധിച്ചാൽ അറിയാൻ കഴിയും, ചില പ്രത്യേക സാഹചര്യങ്ങളിലല്ലാതെ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ തൽക്കാലം നമ്മൾ നടപടി എടുത്തല്ലോ, പിന്നെ കേസുകളൊന്നും വന്നില്ലല്ലോ. കേസുകളൊന്നും വരാത്ത സ്ഥിതിക്ക് പിന്നെ അയാളെ തിരിച്ചെടുക്കേണ്ടി വരുമല്ലോ. തിരിച്ചെടുക്കേണ്ടി വന്ന അയാൾ തിരിച്ചും അയാളെ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തേണ്ടി വരുമല്ലോ. ആ രീതിയിലുള്ള ചർച്ചകളായിരിക്കും പലപ്പോഴും ഈ കോൺഗ്രസിൻ്റെ സ്വഭാവം അനുസരിച്ച് നടന്നു പോവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അത് ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്ത് പറയാം. നമ്മൾ ഈ കാണുന്നത് പോലെ അത്രയ്ക്കൊരു രാഹുലിനോട് അല്ലെങ്കിൽ രാഹുലിനെ ഈ കോൺഗ്രസിൻ്റെ ഇതിൽ നിന്നും മാറ്റി നിർത്തണം, അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം, ആ നടപടിയെടുത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ആരെങ്കിലും എത്ര നേതാക്കൾ അല്ലെങ്കിൽ എത്ര ആ നേതൃനിരയിൽ എത്ര പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം രാഹുലിനെതിരെ ഇങ്ങനൊരു നടപടി വന്നതുപോലും ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ ഒരു ധാർമ്മികമായൊരു വിഷയം എന്നതിനേക്കാൾ ഉപരി അതിൽ ആ ധാർമ്മികമായ വിഷയം അവിടെ അവസാനിച്ചു എന്ന് കരുതുന്നവരാണ് കോൺഗ്രസിലെ 99% നേതാക്കളും. രാഹുലിനെതിരെ ഒരു ആരോപണം വന്നു, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തി, ആ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടില്ല, അത് വളരെ വേഗമായിട്ട് ആരോപണമായിരുന്നു, അപ്പോൾ പിന്നെ അയാളെ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ എന്ന് ചോദിക്കുന്നവരാണ് ഞാൻ സംസാരിച്ച കോൺഗ്രസ് നേതാക്കളിൽ 99.9%. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഈ പാലക്കാട് ഈ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുക? എങ്ങനെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാതിരിക്കുക? എങ്ങനെയാണ് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി ഭരണാധികാരികൾക്ക് മുന്നിൽ വാദിക്കാതിരിക്കുക? അല്ലെങ്കിൽ മറ്റേ നോമിനേഷൻ കൊടുക്കുന്നത് തള്ളിക്കളയുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അദ്ദേഹം എങ്ങനെയാണ് മുന്നിട്ടിറങ്ങാതിരിക്കുക? കാരണം അങ്ങനെ ഒരു സന്ദേശം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടാകണം, അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ധൈര്യത്തോടെ ഇറങ്ങുന്നത്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതെല്ലാം എല്ലാവരും പറഞ്ഞത് ഏറെക്കുറെ ശരി തന്നെയാണ്. കാരണം ഇതിലെ പവർ സെന്റേഴ്സിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുടെ കൂടെ ആയിരിക്കാം ഇവർ, അതുകൊണ്ടാണ് ഇവർക്ക് സംരക്ഷണം കിട്ടുന്നത്. അത് ഏത് കൊച്ചുകുട്ടിക്ക് അറിയാവുന്നതല്ലേ. ശരി, ശ്രീ ജേക്കബ് ജോർജ്, അപ്പോൾ പക്ഷേ ഈ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണ്. കടൽ ഇളകി വന്നാലും അതിൽ മാറ്റമുണ്ടാവില്ല. വി.ഡി. സതീശൻ, ഞങ്ങൾ പാർട്ടി പരിശോധിച്ച് ഞങ്ങളുടെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. ഇത് രമേശ് ചെന്നിത്തല. അപ്പോൾ രമേശിൻ്റെയും വി.ഡി. സതീശൻ്റെയും ബോധ്യങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വിലയുമില്ല എന്ന് വന്നാൽ അവരുടെ ഒരു നിലനിൽപ്പ് എന്താണ്? അല്ല, അത് ശരിയാണ്. ഒരു നേതാവ് ഒരു തീരുമാനമെടുത്താൽ, ഒരു നിലപാടെടുത്താൽ, അതും രമേശ് ചെന്നിത്തലയെ പോലെ വി.ഡി. സതീശനെ പോലെ സമുന്നതരായ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ ഒരു നിലപാടെടുത്താൽ അതിന് ഒരു കാശിൻ്റെ വിലയില്ല എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദയനീയമായ കാര്യമാണ്, വളരെ ദയനീയമായ കാര്യമാണ്. പക്ഷെ ഞാൻ അതല്ല കാണുന്നത്. കാരണം ഈ സദാചാര മൂല്യങ്ങൾ സംബന്ധിച്ച്
ഒരു വ്യക്തിയുടെ അന്തസ്സ് സംബന്ധിച്ച്, ഒരു പെൺകുട്ടിയുടെ അവളുടെ മാനം സംബന്ധിച്ച് കേരള സമൂഹത്തിൽ ചില അളവുകോലുകളുണ്ട്. കേരള സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ സമൂഹം അങ്ങനത്തെ വിഷയങ്ങളെ ആ രീതിയിൽ മാത്രമേ കാണുകയുള്ളൂ. അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് തീരുമാനമെടുത്താലും, രാഷ്ട്രീയ മുന്നണികൾ എന്ത് തീരുമാനമെടുത്താലും, കേരളത്തിൽ ഒരു വ്യക്തി, നമ്മളൊക്കെ അറിയാമല്ലോ, രാഷ്ട്രീയക്കാർ അവൻ മിടുക്കനാണോ അല്ലയോ, അദ്ദേഹം മിടുക്കനാണോ പ്രഗത്ഭനാണോ അല്ലയോ, അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ എന്താണ് എന്നൊക്കെ കേരള സമൂഹം അളക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വെച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ വെച്ചിട്ട്. പക്ഷേ ആ കാലഘട്ടം അവസാനിച്ചോ ശ്രീ ജേക്കബ് ജോർജ്? 2005-ലാണ് ഐസ്ക്രീം പാർലർ വിവാദം വരുന്നത്. പക്ഷേ 2006 തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി തോറ്റു. ഇതിപ്പോൾ ദിലീപ് എന്ന് പറഞ്ഞ സിനിമാ നടനെതിരെ ആരോപണം വന്നിട്ട് ഒരു സിനിമ ഒഴിച്ച് ബാക്കി ഒരു സിനിമയും കഴിഞ്ഞ ഒരു 10 ആണ്ടോളമായി അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഹിറ്റാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ രാഹുലിൻ്റെ കാര്യം വരുമ്പോൾ ഈ പറഞ്ഞത് മാതിരിയുള്ള കാര്യം ഉണ്ടാവുന്നുണ്ടോ സമൂഹത്തിൽ? എനിക്ക് സംശയമുണ്ട്. അല്ലല്ല, ദിലീപിൻ്റെ കാര്യം ക്ലാസിക് എക്സാമ്പിൾ ആണല്ലോ. അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ നമ്മുടെ ആൾക്കാർ തിയേറ്ററിൽ പോകുന്നില്ല. അതുതന്നെ ഒരു സിനിമാ നടൻ്റെ ഏറ്റവും വലിയ ദുരന്തമല്ലേ? എന്താ കാരണമെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ സമാനമായ കാര്യമാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരള സമൂഹം നമ്മൾ ഓരോ രാഷ്ട്രീയക്കാരനെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വാക്കുകൾ, അവരുടെ ചെയ്തികൾ ഇതെല്ലാം അളന്ന് മുറിച്ച് മനസ്സിൽ അവർ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ഈ പറയുന്ന വ്യക്തികൾക്കും എല്ലാം ഒരു അളവുകോൽ കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് മാത്രമേ രാഷ്ട്രീയക്കാരെ കാണുകയുള്ളൂ. അത് വെച്ച് അളക്കുമ്പോൾ എന്തായിരിക്കും ആത്യന്തികമായിട്ട് സംഭവിക്കുക? ഒരു പക്ഷേ തിരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കാം, വോട്ടെടുപ്പിലൂടെ ആയിരിക്കാം, എന്താണെങ്കിലും ജനങ്ങളുടേതാണ് ആത്യന്തികമായ തീരുമാനം. ആത്യന്തികമായ നിലപാട് ജനങ്ങളുടേതാണ്, പൊതുജനങ്ങളുടേതാണ്, പൊതുസമൂഹത്തിൻ്റെതാണ്. അതിൻ്റെ മുന്നിൽ ഓരോ രാഷ്ട്രീയക്കാരനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അഭിലാഷേ, ശരി. അതിൽ ശ്രീ ആർഷോ, നമുക്കറിയാം രാഹുൽ പാലക്കാടേക്ക് വരാതെ അടൂരിലെ വീട്ടിൽ ഇരിക്കുന്നു. രാഹുലിനെ പാലക്കാട് കാല് കുത്തിക്കില്ല എന്ന് DYFI പ്രഖ്യാപിക്കുന്നു. അങ്ങനെ DYFIയുടെ ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിച്ചു. BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പ്രഖ്യാപിച്ചു. രാഹുൽ പാലക്കാടേക്ക് എത്തി. ഒരു പ്രോഗ്രാം ഉണ്ടായി പിരായിരിയിൽ. അവിടെ കുറച്ച് ബഹളം ഉണ്ടായി. രാഹുൽ ആ പരിപാടിയിൽ പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം നിർബാധം അവിടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പേരിൽ കേസൊന്നും ഇല്ലാത്ത ഒരു ജനപ്രതിനിധിക്കെതിരെ അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് സാങ്കേതികമായി നടപ്പുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു MLA എന്നുള്ള നിലയിൽ അധ്യക്ഷൻ വഹിക്കേണ്ട സ്ഥലത്ത് പോകാനും കഴിയും. സ്വീകാര്യതയുടെ കാര്യം ഒന്ന് പരിഗണിച്ചാൽ ഇപ്പോൾ സിനിമാ താരങ്ങൾ തന്നെ തൻവീർ റാമും അതുപോലെ തന്നെ അനുശ്രീയും ഒക്കെ രാഹുലിൻ്റെ പരിപാടിക്ക് വരുന്നത്, ഇനോഗ്രേഷൻ നടത്താൻ വരുന്നത് കണ്ടു. അപ്പോൾ ഈ വിവാദങ്ങൾക്കൊക്കെ ശേഷവും അവിടെ സ്വീകാര്യത ഉണ്ടാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. DYFIയും BJPയും ഒക്കെ ഏതാണ്ടൊക്കെ പറഞ്ഞു എന്നുള്ളതിനപ്പുറത്തൊന്നും ഒരു കാര്യവും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. അല്ല, ഈ വിഷയങ്ങൾക്ക് ശേഷം കോടികൾ മുടക്കിയുള്ള PR എക്സസൈസ് അവിടെ അദ്ദേഹം സ്വയം വെളുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനകത്തൊരു തർക്കവും വേണം. DYFI സംബന്ധിച്ച് DYFI വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ സംഘടനയുടെ നിലപാട് സുവ്യക്തമായി പൊതുസമൂഹത്തോട് പറയുകയും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധ സമര പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടത്തിനപ്പുറത്തേക്ക് ഏത് വിധേനയും ഈ പറഞ്ഞ സമരകേന്ദ്രങ്ങൾക്കൊക്കെ തടക്കം പ്രകോപനം ഉണ്ടാക്കി അത് സംഘർഷത്തിലേക്ക് വഴിമാറ്റുന്നതിന് വേണ്ടിയും അങ്ങനെ സംഘർഷത്തിൻ്റെ നടുവിലേക്ക് ഇറങ്ങി നിന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരിക്കേൽക്കുക, ശേഷം അങ്ങോട്ട് വലിയ സഹതാപ തരംഗം രൂപപ്പെടുത്താൻ ഉള്ള വലിയ ഇരവാദം ഉന്നയിക്കുന്നതിനൊക്കെയുള്ള സാധ്യതകൾ ഈ പറഞ്ഞ പാലക്കാട് MLA പയറ്റാൻ വേണ്ടി ശ്രമം ആരംഭിച്ച ഘട്ടത്തിലാണ് ആ നിലയിലേക്ക് ജനാധിപത്യ മര്യാദകൾ വിട്ടുകൊണ്ടുള്ള ഒരു നിലക്കുള്ള സമരരൂപത്തിലേക്കും കടക്കരുത് എന്നുള്ള തീരുമാനത്തിലേക്ക് DYFI മാറിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അല്ലാതെ ഈ വിഷയവുമായി പ്രതിനിധിയെ ബഹിഷ്കരിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല. ഇപ്പോൾ ആർഷോയ്ക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, AKGയെ കുറിച്ച് VT ബൽറാം ഒരു പരാമർശം നടത്തിയിട്ട് ആ ടെന്നൂർ മുഴുവൻ VT ബൽറാമിനെ ബഹിഷ്കരിക്കുകയുണ്ടായി. അദ്ദേഹം പോകുന്നിടത്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ രാഹുലിന് അതുപോലും നേരിടേണ്ടി വന്നില്ല. അല്ല, ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യത്തിൻ്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അങ്ങ് സൂചിപ്പിച്ചതുപോലുള്ള
സമര രൂപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിനപ്പുറത്ത് ഈ പറഞ്ഞ പോലെ മറ്റ് രീതി എന്ത് വേണമെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഇടതുപക്ഷം അതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്ത് ആ നിലയിലേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകും. അതിനും അപ്പുറത്ത് ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന പരിശോധിക്കേണ്ടുന്ന ഭാഗം എന്താ? ഇപ്പം അങ്ങടക്കം സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൻ്റെ ആകെ ചിന്താഗതിക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതല്ല. സമൂഹത്തിൻ്റെ ചിന്താഗതിക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവുന്നില്ല. പക്ഷെ അതിനപ്പുറത്ത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചിന്താഗതി, കേരളത്തിലെ UDFന്റെ കാഴ്ചപ്പാട്, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം എത്രമാത്രമാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയാകേണ്ടുന്നതും പൊതുസമൂഹം കാണേണ്ടുന്നതും വിലയിരുത്തേണ്ടുന്നതും. ഈ ഒരു ക്രിമിനലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് വേദി ഒരുക്കുന്നതിന് വേണ്ടി, എല്ലാ പിന്തുണയും കൊടുക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ പോലെ വീണ്ടും പൊതുസമൂഹത്തിലേക്ക് ഈ വിധത്തിൽ അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ വിധത്തിലുമുള്ള സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതിനപ്പുറത്തേക്ക് ഇവർ വേദി ഒരുക്കുകയാണ്. ആദ്യത്തെ കുറച്ച് നാൾ കോൺഗ്രസ് പൊതുവായിട്ടുള്ള വേദി ഒരുക്കില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ മുസ്ലിം ലീഗ് വേദി ഒരുക്കി കൊടുക്കുകയാണ്. അവിടെ വിളിച്ച് വരുത്തിയിട്ട് നിങ്ങൾ മതി എന്ന നിലയിലേക്ക് ഇദ്ദേഹത്തിന്റെ ഈ ചെയ്തികളെയൊക്കെ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയും ഇതൊന്നൊരു കുഴപ്പമുള്ള ഏർപ്പാടല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് പൊതുസമൂഹം കാണേണ്ടുന്നതും വിലയിരുത്തേണ്ടുന്നതും. ഇനി അങ്ങ് പറഞ്ഞതുപോലുള്ള ചില ചലച്ചിത്ര താരങ്ങൾ, അഭിനേതാക്കളൊക്കെ ഇവിടെ വന്ന് ഈ ഒരു സന്ദർഭത്തിൽ അതിപ്പോൾ ഏത് PR ടീമിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അവർ സ്വയം ആത്മപരിശോധനയ്ക്ക് വിധേയമാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇത് ഈ പറയുന്ന ആളുകളും അതേപോലെ തന്നെ കോൺഗ്രസിന്റെയും UDFന്റെയും ഈ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന, സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകളിൽ എത്ര ആളുകൾ ഈ ചങ്ങാതിയെ 2 ദിവസം സ്വന്തം വീടിനകത്ത് കൊണ്ടുപോയി താമസിപ്പിക്കാൻ വേണ്ടി തയ്യാറാകും എന്ന ചോദ്യം ഉന്നയിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി ഇല്ലാത്ത ആളുകളായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇവർ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് തുടർഭരണോ അല്ലെങ്കിൽ ഇതിന്റെ പവർ സെന്റർ ആരാണ് ഏറ്റവും കരുത്തുള്ള ആള് എന്നുള്ള തർക്കങ്ങളും വിതർക്കങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടാകുമായിരിക്കും. അത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. അതിനൊക്കെ അപ്പുറത്ത് പൊതുസമൂഹത്തോട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൈം എത്രത്തോളം വലുതാണ് എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസ് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഘട്ടത്തിലും ഇതിനപ്പുറത്തേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള ശേഷി, ആർജവം, കരുത്ത് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിനില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ അങ്ങേയറ്റം നിസ്സഹായാവസ്ഥയിലുള്ള ചിരി മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടതാണ്. ഒന്നും തിരിച്ചു പറയാനില്ലാതെ, മറുപടി ഇല്ലാതെ, ഈ പറഞ്ഞ പോലെ നിസ്സഹായ അവസ്ഥയിലുള്ള ചിരിയും ചിരിച്ചുകൊണ്ട് ഡ്രൈവറെ തട്ടി എത്രയും പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി എന്നെ ഒന്ന് ഇവിടെ നിന്ന് രക്ഷിക്കുക എന്ന് പറയേണ്ടുന്ന ഗതികേടിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അടക്കം എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട അവസ്ഥ ഈ നാട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ സ്ഥിതി എന്നുള്ളത് നാട് വിലയിരുത്തുന്നുണ്ട്. ഈ പെർവെർട്ടിനെ, ഈ ക്രിമിനലിനെ, ഈ സൈക്കോപാത്തിനെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടിയോ, അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയോ, അയാൾക്കെതിരെ കരുത്തുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയോ ഉള്ള ആർജവം, ശേഷി കേരളത്തിലെ കോൺഗ്രസിനും കോൺഗ്രസിന്റെ നേതൃത്വത്തിനും UDFന്റെ നേതൃത്വത്തിനും നഷ്ടപ്പെട്ടു എന്ന പരിതാപകരമായ അവസ്ഥ പൊതുസമൂഹം കാണുന്നുണ്ട്. ശരി 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 അതിൽ ശ്രീ ജിതിൻ ദേവ്, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പൊതുപ്രവർത്തകന് ബന്ധങ്ങൾ ഉണ്ടായതോ അതിൽ പാളിച്ചകൾ വന്നതോ എന്നുള്ളതിനപ്പുറത്ത് ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നത്തെ അപ്പുറത്ത് വന്ന ചാറ്റ് തന്നെ ശ്രദ്ധിച്ചാൽ ഒരു പെൺകുട്ടിയോട് പ്രഗ്നൻ്റ് ആവാൻ ആവശ്യപ്പെടുന്നു, അതെൻ്റെ ആവശ്യമാണ് എന്ന് പറയുന്നു, അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പ്രഗ്നൻ്റ് ആയതിനു ശേഷം അതിൽ നിന്ന് പിന്മാറുന്നു. അതിൽ നിന്ന് പിന്മാറ്റാൻ, അവരെ അബോർട്ട് ചെയ്യിക്കാൻ, അവരുടെ ഇമോഷണലായിട്ടുള്ള യാതൊരു കാര്യങ്ങളും പരിഗണിക്കാതെ അവരുടെ കൂടെ ആരെങ്കിലും അയക്കുകയോ അവരെ ടേക്ക് കെയർ ചെയ്യാതെ എന്തെങ്കിലും ചെയ്യുക എന്ന മട്ടിൽ അവരെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് കേവല ലൈംഗിക വിവാദത്തിൻ്റെ കള്ളിയിൽ ഒതുങ്ങിപ്പോവേണ്ടാത്ത തരത്തിലുള്ള ഗൗരവ സ്വഭാവത്തിലുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. പക്ഷെ ആ ഒരു അർത്ഥത്തിൽ ഈ വിഷയം പൊതുസമൂഹം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, പൊതുപ്രവർത്തകർ മാത്രമല്ല എല്ലാവരും പാലിക്കേണ്ടതായിട്ടുള്ള പലതരം മര്യാദകൾ സമൂഹത്തിലുണ്ടല്ലോ വ്യക്തി എന്ന നിലയിലും. അഭിലാഷ്, ഞാൻ അത് തന്നെയാണ് ചർച്ചയുടെ ആദ്യം സൂചിപ്പിച്ചത്. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പൊതുപ്രവർത്തകരും പൊളിറ്റിക്കൽ ഓഡിറ്റിങ്ങിന് വിധേയമാകപ്പെടേണ്ടവരാണ്, ആയിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിവാദം വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അഭിലാഷും ഞാനും തമ്മിലൊരു ചർച്ചയിലാണ് ആദ്യമായിട്ട് ഇത് സ്ക്രോളിംഗ് ന്യൂസായിട്ട് ചാനലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം രാത്രിയിൽ. ആ സമയത്താണ് അന്ന് പുറത്തു വന്ന ഒരു ചാറ്റിൽ ഇദ്ദേഹം അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ പാർട്ടിയിൽ ഇതൊക്കെ ഒരു മെറിറ്റാണ്,
എങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയുള്ളൂ എന്നുള്ള വളരെ അവകാശവാദത്തോടാണ് പറയുന്നത്. നോക്കൂ, ഇന്നത്തെ ആ പുറത്തു വന്ന ടെലിഫോൺ സംഭാഷണം എത്ര ക്രൂരമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ നിന്നെ ചാറ്റിനകത്ത് പറയുന്നു, നിന്നെ എനിക്ക് ഗർഭിണിയാക്കണം, അതിനുശേഷം കുട്ടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. കുട്ടി ഉണ്ടാകുന്ന സാഹചര്യം വന്നപ്പോൾ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് പോകാൻ സാധിക്കില്ലെന്ന് വളരെ ആവശ്യതയോടെ ആ പെൺകുട്ടി പറയുന്ന സമയത്ത് ഡ്രാമാറ്റിക് ആകരുത്, ഇങ്ങനെ ഡ്രാമ കളിക്കരുത്, 1-ാം മാസം എങ്ങനെയൊക്കെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ എനിക്കറിയാം. എത്ര ആധികാരികമായിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു ലൈംഗിക വേട്ടക്കാരൻ്റെ എന്താ പറയുക, ആ മനോഭാവത്തോടാണ് അയാൾ സംസാരിക്കുന്നത്. ഇത്തരത്തിൽ സംസാരിക്കാൻ ഇയാളെ പ്രാപ്തനാക്കിയതിൽ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ പങ്കുണ്ട് അഭിലാഷേ. കാരണം അവരുടെ മുൻകാല ചരിത്രങ്ങൾ ഓരോന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ബോധ്യപ്പെടും. ഞാൻ അതിൻ്റെ ചരിത്രത്താളുകളിലേക്കൊന്നും ചെകയാനായിട്ട് പോകുന്നില്ല. രണ്ടാമത്തെ പങ്ക് ഇവിടുത്തെ CPM നേതൃത്വത്തിന് തന്നെയാണ്. ഇവിടെ കൊല്ലത്തിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവിടുത്തെ കൊല്ലത്തിന്റെ MLA ഇവിടെ രാജിവെക്കാതെ ഇപ്പോഴും പൊതുസമൂഹത്തിൽ നിൽപ്പുണ്ട്. ഇവരാണ് കീഴ്വഴക്കം സൃഷ്ടിച്ചത്. ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇതിനെല്ലാം കീഴ്വഴക്കം സൃഷ്ടിച്ചത്. കേരളത്തിലെ സ്ത്രീകളുടെ മാനത്തിന് കീഴ്വഴക്കം സൃഷ്ടിച്ച പാർട്ടി CPM ആണ്. ആ കീഴ്വഴക്കത്തിൽ പിടിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ട് പാലക്കാട് MLA യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് പോലും വേണ്ടാത്ത ഒരാളെ നിങ്ങൾ എന്തിന് പാലക്കാട് ജനതയുടെ മുകളിൽ MLA ആയിട്ട് കെട്ടിവെക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരണമാണ് നടത്തിയത്. രണ്ടാമത്തെ കാര്യം അഭിലാഷ്, ഇവിടുത്തെ എന്താണ് ഇവരുടെ UDF ചെയർമാന്റെ നിലപാട്? UDF ചെയർമാൻ അടൂർ പ്രകാശ് പറഞ്ഞത് അത് AI ആണെന്നല്ലേ. അപ്പോ കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്, കേരളത്തിലെ സ്ത്രീകളുടെ മാനത്തിനിട്ടിരിക്കുന്ന വില 0 വിലയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ VD സതീശൻ വലിയ വാക്കിലൊക്കെ പറയും കടലിളകി വന്നാലും ഒന്നും നിലപാടിൽ മാറ്റം ഉണ്ടാകില്ലെന്ന്. പക്ഷേ രാഹുൽ ഷാഫി കടലിളകി വരുന്ന സമയത്ത് VD സതീശന് ഒലിച്ചു പോകും. ഉറക്കം നഷ്ടപ്പെട്ടെങ്കിൽ VD സതീശന് ആകെ ചെയ്യാൻ പറ്റുന്നത് വല്ല പാരസെറ്റാമോളും സെട്രസിനും കഴിച്ച് ഉറങ്ങാനേ സാധിക്കൂ. അല്ലാതെ VD സതീശന്റെ നിലപാടിനൊക്കെ കേരളത്തിലെ ഈ പറഞ്ഞ ഈ പവർ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ പവർ പൊളിറ്റിക്സ് കൊടുത്തിരിക്കുന്ന വില പുല്ലുവിലയാണ്. ശരി, ഒരുപാട് വിവാദങ്ങൾ വരും. കോൺഗ്രസ് ആണ് ഉത്തരം പറയേണ്ടത്. അവർക്ക് എന്താണ് പൊതുസമൂഹത്തോട് ഇത്തരം വിഷയങ്ങളിലൊക്കെ അവർക്ക് എന്ത് കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കാൻ ഉള്ളത്? കണ്ണിൽ പൊടിയിട്ട് മാറ്റി നിർത്തുക എന്നുള്ളതിനപ്പുറത്ത് എന്ത് പറയാനുണ്ട്? കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പ് വർഷമാണ്, ജനങ്ങളോട് വിശദീകരിക്കട്ടെ. നമുക്കൊരു ഇടവേളയുണ്ട്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത് ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ ജേക്കബ് ജോർജ്, ഇനി എന്ത് ചെയ്യാൻ കഴിയും കോൺഗ്രസിന് എന്നുള്ളതൊരു ചോദ്യമാണല്ലോ. ഇവിടെ പറഞ്ഞതുപോലെ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുക, നിയമ നടപടികൾ വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടന്നാൽ നടന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ ഈ സൈബർ അണികളും സ്വന്തം പാർട്ടിയുടെ ആൾക്കൂട്ടങ്ങളും ഒന്നും അല്ലല്ലോ നിർണായകമാവുക. സൈബർ അണികളുടെയും പാർട്ടിയുടെ ആൾക്കൂട്ടത്തിൻ്റെയൊക്കെ വോട്ട് എല്ലാ കാലത്തും അതാത് പാർട്ടികൾക്ക് കിട്ടുള്ളൂ. പക്ഷേ നിഷ്പക്ഷരായി നിൽക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തുന്ന സാമാന്യ ജനമുണ്ടല്ലോ, ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവരൊരു 10% നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസിന് അതിന് കഴിയുന്നുണ്ടോ? ഇനി കഴിയുമോ? എന്ത് തോന്നുന്നു? അല്ല അഭിലാഷേ, അടുത്ത തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലൊന്നുമല്ല. കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും നിലനിൽപ്പിൻ്റെ പ്രശ്നം തന്നെയാണ്. പൊരിഞ്ഞ പോരാട്ടം. നമ്മളൊക്കെ ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ തീ പാറുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. അവിടെ ഒരു വിട്ടുവീഴ്ചയും ഒരു വിഷയത്തിലും പറ്റില്ല. ഈ സദാചാര വിഷയങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടോ എവിടെയെങ്കിലുമോ സ്ഥാനാർത്ഥിയായി എന്ന് വയ്ക്കുക. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയം ആളല്ല, അതൊരു വിഷയമാണ്. ഇന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ വിഷയം, സദാചാര വിഷയം ഒക്കെയുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്താൽ അത് കൊടുത്തോട്ടെ, കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യം. പക്ഷേ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിഷയമായിട്ട് മാറും. അതൊരു വലിയ വെല്ലുവിളിയാണ്. അത് കോൺഗ്രസ് നേരിടാൻ ശേഷിയുണ്ടെങ്കിൽ മാത്രമേ, കോൺഗ്രസിന് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസ് ആ നിലയിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടക്കുമെന്ന്. പക്ഷേ ആത്യന്തികമായിട്ട് ഈ ഒരു തീരുമാനം, രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ഒരു അന്തിമ തീരുമാനം ഈ തെരഞ്ഞെടുപ്പോടുകൂടി, നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാവും എന്ന് തന്നെയാണ്. രണ്ടിലൊന്ന് നമുക്കറിയാം, കോൺഗ്രസിനെ ഒളിച്ചു കളിക്കാൻ പറ്റില്ല. ശക്തമായ നിലപാട് കേരള സമൂഹത്തിൻ്റെ മുന്നിൽ പറയണം. എനിക്ക് തോന്നുന്നു അതിന് ശേഷിയുള്ളവരാണ് രമേശ് ചെന്നിത്തലയും VD സതീശനും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. നമുക്ക് അവിടെ വെച്ച് കാണാം അഭിലാഷ്. തീർച്ചയായിട്ടും. എന്തായാലും അടുത്ത മാസങ്ങളിൽ അത് കുറച്ചുകൂടി വ്യക്തമാകുമായിരിക്കും. വെറുതെ ഞഞ്ഞാപിഞ്ഞ പറഞ്ഞ് കണ്ണിൽ പൊടിയിടുക എന്നുള്ളതിനപ്പുറത്ത് സ്ത്രീ സമൂഹത്തോട്, കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട്, നമ്മുടെ പുരോഗമന കാഴ്ചപ്പാടുകളോടൊക്കെ എത്രമാത്രം
പ്രതിപത്തി ഉണ്ട് എന്ന് കോൺഗ്രസും UDF-ഉം കൂടി തെളിയിക്കേണ്ട ഒരു വിഷയമാണ്. കേവലം ഈ ഇങ്ങനെ ആർത്തിരമ്പി വരുന്ന ഓൺലൈൻ കടൽ കണ്ട് പേടിച്ച് മുണ്ടുപൊക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ചുറ്റിക്കെട്ടി വെക്കേണ്ട സാഹചര്യം ഒന്നും എന്തായാലും കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. നോക്കാം, കാത്തിരുന്ന് കാണാം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.